ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ മിക്കവാറും കാണുന്ന എല്ലാ കുടുംബങ്ങളിലും കാണുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത്. എന്തെന്ന് വെച്ചാൽ പരിഗണന ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമാണ് പരിഗണന. ഇന്ന് എത്രയോ കുടുംബങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് പറയുന്നത് ഈ ഒരു വാക്കാണ്. എന്താണ് പരിഗണന? അല്ലേ? എന്താണ് പരിഗണന എന്നല്ലേ? നമ്മൾ വിവാഹമൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ ഒരു വർഷമൊക്കെ അടിച്ച് പൊളിച്ച് സന്തോഷത്തോടെ ഹാപ്പിയായി ഭർത്താവും ഭാര്യയും കൂടെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമുക്ക് ഈ ഭൂമിയിൽ ഇതുപോലൊരു ജീവിതം കിട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കും. ഇതുപോലൊരു ജീവിതം നമുക്ക് കിട്ടില്ല. നമ്മളാണ് ഈ ഭൂമിയിലെ ഏറ്റവും കൂടിയുള്ള ഭാഗ്യവാന്മാർ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു സമയമാണ് ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ കല്യാണം കഴിഞ്ഞ് ആദ്യ ഒരു വർഷമൊക്കെ കഴിഞ്ഞ് കുഞ്ഞായപ്പോഴത്തേക്ക് ഭാര്യയിൽ ഉറങ്ങിക്കിടക്കുന്ന അമ്മ എന്നുള്ള സ്ത്രീ, അല്ലേ? നമ്മളിലെല്ലാം ഉറങ്ങിക്കിടക്കുന്നതാണ്. അമ്മ നേരെ എന്ത് ചെയ്യും? കുഞ്ഞിലേക്ക് ഒതുങ്ങാൻ നോക്കും. കുഞ്ഞുങ്ങളെ താലോലിക്കാൻ, കുഞ്ഞുങ്ങൾക്കായിരിക്കും നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്, അല്ലേ? കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കും. അപ്പോൾ ആദ്യത്തത് മോനായി, അടുത്ത് ഒരു 2 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് അടുത്തൊരു മോളായി. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിലെ അച്ഛനായിരുന്നാലും അമ്മയായിരുന്നാലും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഒരു മകൻ ഒരു മകൾ നമ്മളുടെ കുടുംബത്തിലേക്ക് വരിക എന്നുള്ളതല്ലേ. അല്ലെങ്കിൽ 2 പെൺമക്കളായിരുന്നാലും അല്ലെങ്കിൽ 2 ആൺമക്കളായിരുന്നാലും അങ്ങനെ ഈശ്വരൻ നമുക്ക് തരും പോലെ. അപ്പോൾ 2 മക്കളായി. 2 മക്കളൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എല്ലാ കുടുംബങ്ങളിലും ഉള്ള കാര്യമാണ് നമ്മൾ മക്കളിലേക്ക് ഒതുങ്ങാനുള്ള ഒരു പ്രവണത അച്ഛനായിരുന്നാലും അമ്മയ്ക്കായിരുന്നാലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, അല്ലേ? അച്ഛനായിരുന്നാലും അമ്മയ്ക്കായിരുന്നാലും ഉണ്ടാകുന്ന ഒരു കാര്യമാണത്. മക്കൾ ചെറുതായിരുന്നു, വളർന്നു ഇത്തിരി ഇതായി. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? അച്ഛൻ ഓടിച്ചെന്ന് കിടക്കാൻ സമയം മകനെ വിളിച്ചടുത്ത് കിടത്തി കിടന്നുറങ്ങും. ആൺകുഞ്ഞുങ്ങളെ അച്ഛനാണ് കൂടുതലും അടുത്ത് കിടത്തി ഉറക്കുന്നത്. അച്ഛൻ ഓടി ചെന്ന് ആൺകുഞ്ഞുങ്ങളോടെയും അമ്മ ഓടി ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? പെൺകുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് കുഞ്ഞുങ്ങളടുത്ത് കിടക്കാനുള്ള പ്രവണത കാണിക്കും. രാത്രിയാവുമ്പോഴത്തേക്ക് രാത്രി സമയത്ത് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഓടി ചെന്നിട്ട് എന്ത് ചെയ്യും? അച്ഛൻ ഓടിച്ചെന്ന് ഒരു റൂമിൽ ചെന്ന് കയറും. മകനെ കെട്ടിപ്പിടിച്ചിട്ട് മകനോടൊപ്പം കിടന്നുറങ്ങും. കാരണം മകന് കൊടുക്കുന്ന വാത്സല്യ സ്നേഹമാണ്. അമ്മ ഓടിച്ചെന്ന് എന്ത് ചെയ്യും? പെൺമക്കളെ കൂടുതൽ പ്രൊട്ടക്ഷൻ ചെയ്യുന്നത് ആരായിരിക്കും? അമ്മമാരായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളൊന്നും ഓർക്കുന്നില്ല. എന്തെന്നറിയോ? നമ്മുടെ ജീവിതത്തിലെ നല്ലൊരു ഭാഗം നമുക്ക് നഷ്ടമാവുകയാണെന്നുള്ളത്. അതാണ് പരിഗണന എന്ന് പറയുന്നത്. എന്താണ് പരിഗണന? അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് കുടുംബജീവിതങ്ങളിൽ എന്തോന്നറിയും? ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ ഒരു കാരണം വെച്ചാൽ നമ്മൾ വിവാഹം കഴിയുന്ന എന്തിനാണ്? നമ്മുടെ ശിഷ്ടായുസ് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒരു ഭർത്താവിൽ നിന്ന് കിട്ടേണ്ടുന്ന സംരക്ഷണവും സ്നേഹവും അതൊക്കെ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് കിട്ടേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വളർന്ന മക്കളെയും പിടിച്ചിട്ട് ചെന്ന് റൂമുകളിൽ കയറി ചെന്ന് കിടക്കും. അടുത്ത് അച്ഛനാണെങ്കിലോ, അച്ഛനും അതാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ അവിടെ ഭാര്യയ്ക്ക് പരിഗണന കൊടുക്കില്ല. കാരണം വെച്ചാൽ അച്ഛൻ വിചാരിക്കും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നല്ലേ ആ മക്കളെ ചേർത്ത് പിടിച്ചിട്ട് ചെന്ന് കിടക്കുന്ന പ്രവണത, അത് തെറ്റായ പ്രവണതയാണ്. ഒരു കുടുംബത്തിലെ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളിൽ അച്ഛനും അമ്മയും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് മക്കളെ അകറ്റി തന്നെ കിടത്തണം. കൂടെ ചേർത്ത് പിടിച്ച് കിടക്കേണ്ട പ്രായം കഴിഞ്ഞു പോയാൽ മക്കളെ മാറ്റിക്കിടത്തി ശീലിപ്പിക്കണം.
മക്കളുടെ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവരുടേതായ കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ചെയ്യിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകണം. ഇല്ലെങ്കിലേ കുടുംബ ബന്ധങ്ങൾ തകരും. കാരണം വെച്ചാൽ ഒരു സമയമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇപ്പം ഭർത്താവ് വിചാരിക്കും, അയ്യോ എനിക്ക് ഭാര്യയിൽ നിന്നും പരിഗണനയൊന്നും കിട്ടുന്നില്ല, മക്കളൊക്കെ വളർന്നില്ലേ, അപ്പോൾ ഇനി മക്കൾ വളർന്നത് കൊണ്ട് പിന്നെ നമുക്കിനി ജീവിതമില്ല. കാരണം നമ്മളിനി ജീവിക്കുന്നതെല്ലാം മക്കൾക്ക് വേണ്ടിയാണ്, മക്കളാണ് നമ്മളെ കുടുംബത്തിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞ് ജീവിച്ചു പോകുന്ന ഒരു സമൂഹമാണ് ഇന്ന്. അത് തെറ്റായ ജീവിത രീതിയാണ്. ആ ജീവിത രീതിയാണ് ഓരോ കുടുംബങ്ങളും തൊലയാനുള്ള പ്രധാന കാരണം. ഭർത്താവായിരുന്നാലും ഭാര്യയായിരുന്നാലും ഒരുമിച്ച് തന്നെയാണ് ജീവിക്കണം. നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ, വിവാഹം എന്ന് പറയുന്നത് നമ്മുടെ മരണം വരെയും, ഭാര്യയുടെ ആയിരുന്നാലും ഭർത്താവിൻ്റെയും മരണം വരെയും ഒരുമിച്ച് ജീവിക്കുക. സുഖമായിരുന്നാലും ദുഃഖമായിരുന്നാലും സന്തോഷമായിരുന്നാലും എല്ലാം പങ്കിടേണ്ട ആര് തമ്മിലായിരിക്കണം? ഭർത്താവും ഭാര്യയും തമ്മിലായിരിക്കണം. അവർക്കൊരു ഈക്വൽ ബന്ധമില്ലേ? അവർക്കൊരു അടിസ്ഥാന ബന്ധമാണ്. അതാണ് കുടുംബങ്ങളിലെ മൗലിക ധർമ്മം എന്ന് പറയുന്നത്. വിവാഹം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കാനുള്ളതാണ്, അല്ലേ? ഭാര്യയും ഭർത്താവും ഒരുമിച്ചാണ് ജീവിക്കേണ്ടത്. അല്ലാതെ അപ്പുറത്തെ മുറി ചെന്ന് ഒരാൾ ചെന്ന് കിടക്കുക, ഇപ്പുറത്തെ മുറി ചെന്ന് ഒരാൾ കിടക്കുക, മക്കളെ ഒത്തിരി വളർന്ന് വലുതായ മക്കളെ ചേർത്ത് പിടിച്ച് കിടക്കുക, അതൊക്കെ അങ്ങനെ കിടക്കുന്നത് തന്നെയാണ് ജീവിതത്തിൽ ഒന്നാമത്തെ കുടുംബത്തിൻ്റെ അടിത്തറ ഇളകുന്ന ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. അതാണ് പരസ്പരം പരിഗണനയില്ലാത്തത്. കാരണം പരസ്പരം സ്നേഹവും പരിഗണനയും എല്ലാം ആവശ്യം ആർക്കാണ്? ഭാര്യയും ഭർത്താവും കല്യാണം കഴിഞ്ഞു പോയാൽ അവർ മരണം വരെയും ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലായിട്ട് പരിഗണന ഉണ്ടായിരിക്കണം. ആ പരിഗണന ഇല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ പരിഗണന ഇല്ലാതെ വരുമ്പോഴത്തേക്കാണ് ആ കുടുംബങ്ങളിൽ മറ്റുള്ളവരെ ആശ്രയിക്കുക. എവിടെയാണോ പരിഗണന കിട്ടേണ്ടത് ആ രീതിയിലേക്ക് ആശ്രയിച്ച് പോയി കുടുംബങ്ങൾ തുലയുന്നതിനുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നതാണ്. ഇതിങ്ങനെ നമ്മൾ വ്യത്യസ്തമായിട്ട് മാറിക്കിടക്കുന്നത് കൊണ്ട് എന്തെന്ന് പരസ്പരം പ്രണയിക്കാൻ പറ്റുന്നില്ല, അല്ലേ? പ്രായമൊന്നും ഒരു തടസ്സമേ അല്ല. നമ്മൾ ഇന്ന് പ്രായം കഴിയുന്നവരാണ് കൂടുതലും പ്രണയിക്കുന്നത്, കണ്ടിട്ടുണ്ടോ? അതൊരു എന്തോന്ന് പറയും, പ്രണയം എന്നൊക്കെ പറയുന്നത് പ്രാണൻ കളഞ്ഞും പ്രണയിക്കണമെന്നാണ്. അത് ഇപ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രണയിക്കാൻ കിട്ടുമോ അത്രത്തോളം നമുക്ക് ആരോഗ്യം കൂടുമെന്നാണ്. നമുക്ക് സന്തോഷം, നമ്മുടെ കുടുംബത്തിന് നന്മകൾ കിട്ടുമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ, സത്യമല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. സത്യമാണ്. പ്രണയത്തിനും സ്നേഹത്തിനും ആരും തടസ്സമല്ല. നമ്മൾ പ്രണയിച്ചുകൊണ്ടേയിരിക്കണം, അല്ലേ? പരസ്പരം ഭർത്താവും ഭാര്യയും അച്ഛനും അമ്മയും മക്കളും എല്ലാം പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ ജീവിക്കാനും അത് എങ്ങനെയാണെന്ന് ജീവിച്ചു തീർക്കേണ്ടതെന്നും അവനവനാണ് തീരുമാനിക്കേണ്ടത്, അല്ലേ? മുൻപ് ഒരു 10-21 വയസ്സായ സമയത്ത് ഞാൻ ഇങ്ങനെ ജോലിക്ക് കയറിയ സമയമാണ്. ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റിൽ രജിസ്ട്രേഷൻ്റെ ഒരു രജിസ്ട്രേഷൻ ആയിട്ട് ഞാൻ ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് നെടുമങ്ങാട് വരെ പോകേണ്ടി വന്നു. എന്താണെന്ന് വെച്ചാൽ ഒരു കുടുംബ ബന്ധം വിവാഹമോചനത്തിൽ ആയി നിൽക്കുന്ന ഒരു ഘട്ടം. ആ ഘട്ടത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും കൂടെയായിട്ട്